അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫില്ലഡ് ഡെസേണിയ. പേര് കേട്ടിട്ട് ആരും ഒന്നും വിചാരിക്കണ്ട. ഇത് എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്മീൻ വെച്ചിട്ടുള്ളൊരു ഫിഷിൻ്റെ റെസിപ്പിയാണ്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ നെയ്മീനാണ്. നെയ്മീൻ ഒരു സ്പെഷ്യൽ രീതിക്ക് നമ്മൾ എന്ത് ചെയ്യണു, മാഗ്നേറ്റ് ചെയ്ത് അത് ഷാലോ ഫ്രൈ ചെയ്ത് അതിലൊരു ഡെസേർണിയ സോസ് വെച്ച് ഡ്രസ്സ് ചെയ്തെടുക്കണ ഒരു ഫിഷിൻ്റെ ഡിഷ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോവാം. വായോ. അപ്പോൾ നമുക്ക് നമ്മുടെ നെയ്മീൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്യണം. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സ്പൂൺ റോസ്മേരി, ഒരു 4 ടേബിൾ സ്പൂൺ കുരുമുളക്, കുറച്ച് ചോപ്ഡ് ഗാർലിക്, ഒരു 3 സ്പൂൺ ഒലീവ് ഓയിൽ, ഒരു 2 സ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മാഗ്നേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. നമുക്ക് നമ്മുടെ മീനിലേക്ക് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. രാഹുല, തേച്ച് പിടിപ്പിക്കട്ടെ? ഇളക്കി യോജിപ്പിക്കണ്ടല്ലോ. തേച്ച് പിടിപ്പിച്ചാൽ മാത്രം പോരെ. അപ്പോൾ നമ്മുടെ ഫിഷ് ഇവിടെ നല്ലതായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഡെസേർണിയ സോസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ ഡെസേർണിയ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ തക്കാളി ഒന്ന് ചുട്ടെടുക്കണം. ചുട്ടെടുത്തിട്ട് ഇതിൻ്റെ സ്കിന്ന് വേർതിരിച്ചെടുത്തിട്ട് ആ സ്കിന്ന് വെച്ചിട്ടാണ് നമ്മൾ സോസ് ഉണ്ടാക്കണം. പോലേ അല്ലോ, അയ്യോ, എല്ലാം ഇത് സെറ്റാവുണ്ട്. ഇതേ വരണ്ടേ എടുക്കാച്ച സാധനമായിട്ട്. അപ്പം നമുക്ക് നമ്മുടെ ഫിഷ് ഒന്ന് ഡ്രസ്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊരു എന്തുണ്ടാക്കണം, നമ്മുടെ ഒരു ഡെസേർണിയ സോസ് ഉണ്ടാക്കണം. അപ്പം അതിന് പാഴ്സൽ എടുത്തിട്ടുണ്ട്. അത് നന്നായി കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ തക്കാളിയുടെ തൊലി അതും ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീര്, പിന്നെ അതിനാവശ്യമുള്ള ഉപ്പ്, പിന്നെന്താ ഒലീവ് ഓയിൽ. അതൊക്കെ കൂടി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. എന്ത് കഷ്ടം, മനുഷ്യനൊന്ന് യോജിപ്പിക്കാൻ പോലെ കുടുംബത്തിൽ സ്വാതന്ത്ര്യം ഇല്ലയെന്ന് വെച്ചാൽ. പച്ച മലയാളം എന്ന് പറയുമ്പോൾ മിക്സ് പറ്റില്ല, യോജിപ്പിക്കുന്നേ പറ്റുള്ളൂ. തക്കാളിയുടെ തൊലി പച്ച മലയാളം അല്ലേ. ടൊമാറ്റോൻ്റെ സ്കിന്ന് നല്ല ഞാൻ പറയുന്നത് തക്കാളിയുടെ തൊലി. അപ്പം ഞാൻ യോജിപ്പിച്ചെടുക്കാൻ തന്നെ ചെയ്യും. വേണ്ടല്ലേ, മിക്സ് ചെയ്താൽ മതി അല്ലേ. ശരി, നമുക്ക് നമ്മുടെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ പാഴ്സലിലോട്ട് ഈ ടൊമാറ്റോൻ്റെ സ്കിന്നൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുനാരങ്ങ നീരാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. സോസ് എത്രയാണ് നമുക്ക് ക്വാണ്ടിറ്റി ആവശ്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കൂടുതലും കുറവൊക്കെ ആക്കാം. അപ്പം ഞാനിവിടെ ഒരു 3 സ്പൂൺ ലെമണിൻ്റെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് നമ്മുടെ ഉപ്പാണ്. ഉപ്പ് അധികം നമുക്ക് വേണ്ട, ഇത് ഇത്ര മാത്രം മതി, ഒരു പിഞ്ച് ഉപ്പ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒലീവ് ഓയിലാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ. ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് നമ്മുടെ ഫിഷിൻ്റെ മുകളിലൊന്ന് ഡ്രസ്സ് ചെയ്യാനുള്ള സോസാണ്. അപ്പോൾ രാഹുലേ, നമുക്കേ 4 പീസ് എന്താ പറയുക ഫ്രൈ ചെയ്ത ചിക്കൻ കൊണ്ട് നമുക്കൊന്നും ആവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് മീനും കൂടി വെച്ചിട്ടൊരു ഫിഷ് നിർവാണയും കൂടി ഉണ്ടാക്കാം. ഒരു ഡിഷും കൂടി നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോഴൊന്ന് വല്ലതൊക്കെ ആവുള്ളൂ വയറ്റിലേക്ക്. അപ്പോൾ നമുക്കത് ഫിഷ് നിർവാണയും കൂടി ഒന്ന് ശരിയാക്കിയാലോ? ഓക്കെ. മൊത്തത്തിലൊരു സൈക്കോ ഫാമിലി. നന്നാവാന്ന് വിചാരിച്ചാൽ എന്നെ ഞാൻ അരപ്പിരി കുറവാ. അപ്പോൾ എൻ്റെ എന്നെ ഒന്നും കൂടി മുഴുപിരിയാക്കണേ. ഇങ്ങനെയാണ് നമ്മൾ മുളക് പൊടി തട്ടിയിട്ട് കൊടുക്കുക. നീയല്ലേ പറഞ്ഞേ? ഇനി തട്ടലില്ല, ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തു. മുളക് പൊടി ഇട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി, അതങ്ങനെ തന്നെ തട്ടി തന്നെ ഇടാടാ. അത് എയിമായിക്കോളൂ. ഒരു യുണീക്നെസ് വേണ്ടേ?
കുരുമുളക് പൊടി ഇട്ടു. പിന്നെ എനിക്ക് ആവശ്യമുള്ള ഉപ്പ്. ഒരു സാധനം മിസ്സായിട്ടുണ്ട്. അമ്മ മഞ്ഞപ്പൊടി പ്ലീസ്. ഉപ്പ്. കുറച്ചും കൂടി ഉപ്പ് വേണം കേട്ടോ. എന്താ വെച്ചാൽ മഞ്ഞൾ പ്രസാദ് നമ്മുടെ മഞ്ഞപ്പൊടി ഇതിൻ്റെ തട്ടാനൊന്നും പറ്റില്ല. പോയിരോടൊന്നും തട്ടിക്കൂട്ട് ഉള്ള തട്ടിക്കൂട്ട് വിടുമോ? തട്ടാൻ പറയുന്നുണ്ടോന്ന് നിങ്ങൾക്ക് വിഷമില്ല അല്ലേ? ഞാനെൻ്റെ സ്ഥിരമായിട്ടുള്ള ഇളക്കി യോജിപ്പിക്കൽ അങ്ങനെ പറഞ്ഞാൽ അവിടെ എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. എസ്പെഷ്യലി എൻ്റെ അമ്മയ്ക്ക്. ഇളക്കണ്ടോ? മിക്സ് ചെയ്താൽ മതി. മിക്സ് ഇത് അമ്മ എങ്ങനെ എല്ലായിടത്തും വെച്ചിട്ട് ഞാൻ ഇളക്കെന്ന് പറയണേ കേൾക്കട്ടെ. അപ്പോഴാണ് എനിക്ക് ശരിക്കും ഇളക. ഇതധികം സ്പൈസ് ആയിട്ടുള്ള ഡിഷൊന്നുമല്ല. സാധാരണ കളർ മാത്രമേ ഉള്ളൂ, എരിവൊന്നുമില്ല. ഇരുന്നോട്ടെ. ഉപ്പുണ്ടാവോ? ഉണ്ടാവില്ലേ? എടേ വട്ടി രാജാ അണ്ണനാണ്, ഞങ്ങളുടെ അണ്ണനാണ്. ആ മീൻ നന്നായിട്ടൊന്ന് മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട്. ആ ഇല്ല പിന്നെ തേച്ചിട്ട് പരട്ടട്ടെ അങ്ങോട്ട്. എന്താ കുഴപ്പം നിനക്ക്? ആ അപ്പൊ നമ്മുടെ മീൻ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കളയിൽ കൊണ്ടുപോയിട്ട് ഇതിനൊന്ന് ഇളക്കി മറിക്കാം. ഇത് കുന്തെങ്കിലും ഇളക്കും. ഇളക്കലും മറക്കലും തേക്കലും നമ്മുടെ സാധനമാണ്. പോവാം മതി ഇവിടെ നിന്നിട്ട് തേച്ച്. അപ്പൊ നമുക്ക് നമ്മുടെ ഫിഷ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇവർക്ക് ബട്ടറുള്ള ചെറുതിട്ട് കൊടുത്താൽ മതി. ചെറിയ മതി. നല്ല ഗുമാണല്ലേ. ഇനി നമുക്ക് നമ്മുടെ ഫിഷ് നിർവാണയിലേക്കുള്ള ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് നിർവാണയ്ക്ക് ആവശ്യമുള്ള മീൻ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയിലയിൽ അതൊന്ന് നാളികേരപ്പാലിൽ കുറുക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചട്ടിയിൽ ഈ വാഴയില ഒന്ന് വാടിയിട്ട് അതിലേക്ക് നമ്മുടെ മീൻ ഓരോന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ പൊട്ടാണ്ട് വെച്ച് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ കേട്ടോ. അത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് പച്ചമുളക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ടയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുത്തു. നാളികേര കൊത്ത്. എൻ്റെ അമ്മോ എന്തുട്ട ഭംഗിയില്ലേ. ഇനി ലാസ്റ്റ് കുരുമുളക് പൊടി. ലാസ്റ്റല്ല, കുറച്ച് മതിയിട്ട് കുരുമുളക് പൊടി. ഉപ്പ് നമ്മളെ വേപ്പില ഇട്ടെടുത്തു. ഇനി നമ്മൾ മീൻ വറുക്കുമ്പോൾ ഉപ്പും ഒക്കെ ഇട്ടിട്ടുള്ള കാരണം ഈ പാലിലേക്കുള്ള ഉപ്പ് മതിയിട്ടാ. ഇത് ഇത്രയ്ക്ക് ഉപ്പ് മതി. ഒരു ശകലം കൂടി ഇടാം. അതിട്ട് കൊടുത്തിട്ട് ഇത് ഒന്ന് തിളയ്ക്കണം. ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ട കേട്ടോ. മുകളിലേക്ക് ഇങ്ങനെ തിളച്ചിട്ട് ഇതിങ്ങനെ പൊന്തും പാല്. അപ്പോൾ അത് അവസാനിച്ചു എൻ്റെ പരിപാടി. അപ്പം നമ്മുടെ ഇന്നത്തെ ഡിഷസ് ആയിട്ടുള്ള ഫില്ലറ്റ് ഡിസേണിയും നമ്മുടെ ഫിഷ് നിർവാണയും ശരിയായിട്ടുണ്ട്. നമുക്കതൊന്ന് പ്ലേറ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫിഷിൻ്റെ ഒരു പീസ് എടുത്തിട്ട്
ഇതിലേക്ക് ഇങ്ങനെ വെക്കാം. എന്നിട്ട് അടുത്ത പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡെസേർണിയ സോസ് ഇവിടെ സൈഡിൽ ഇങ്ങനെ വെക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് നിർവാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിശിട്ട് ഒന്ന് അടുത്തേക്ക് വന്നിട്ട് ഒന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചു കൊടുത്തേ. അപ്പം നമുക്ക് നമ്മുടെ ഇന്ന് ഡിഷ് ടേസ്റ്റ് നോക്കാനായിട്ട് അമ്മേനെ വിളിക്കാം. പപ്പ ബൈ, കമാൺ. പിടിച്ചോ. ചാറൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട് അല്ലേ? ഞാനിത് ആദ്യമായിട്ട് കഴിക്കാൻ പോണേ. നമ്മുടെ മീൻകറി എന്ന് പറഞ്ഞാൽ ചാളായിൽ അതൊക്കെ വെച്ച് കഴിച്ചിട്ടുള്ള അറിവുള്ളൂ. കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയാലോ. നല്ല രസമുണ്ട് കേട്ടോ കഴിച്ചപ്പോൾ. എൻ്റെ മോളുണ്ടാക്കണ എല്ലാ ഭക്ഷണവും നല്ല രസമുള്ളതായിട്ടുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ രസം ഉണ്ടെങ്കിൽ രസം പറയണ്ടേ? തീർച്ചയായിട്ടും. ഞാനൊന്നും ഇങ്ങോട്ട് നമ്മളിതൊന്നും കഴിച്ചിട്ടില്ലല്ലോ. പൊരി പൊറോട്ടയുടെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഫിഷ് നിർമ്മാണ പ്ലസ് പൊറോട്ട. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചോളൂ. നമ്മൾ ഈ പഴയ ആൾക്കാർ പറയുന്നത് ഇത് നല്ല രസം എന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിക്കാം. അടുത്ത ഡിഷ് വയ്ക്കാം. നമ്മുടെ അടുത്ത ഡിഷ് ഒന്ന് ട്രൈ ചെയ്തൊക്കെ. നല്ല രസമായിട്ട് കേട്ടാ മതി. നല്ല രസമായിട്ട് എനിക്ക് വരണം. ഇതാണ് നമ്മുടെ ട്രെയിൻ മാർക്സ് ആണ്. അതെ, ജയിച്ചു. ഇത് രാഹുൽ കഴിക്കാത്ത കാരണം കേട്ടാ ഞാൻ കഴിക്കുന്നത്. രാഹുൽ വന്ന് കഴിക്കാൻ വരില്ല എന്ന് വെച്ചാൽ മീനായി കാരണം. രാഹുൽ ഒന്ന് വായോന്നാലും കഴിച്ചില്ലെങ്കിലും വെറുതെ ഒന്ന് വെള്ളം വയ്ക്കോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷായിട്ടുള്ള 2 സംഭവം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കഴിച്ചിട്ടുണ്ടാവില്ലേ നീ? ഏ